ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയതിന് ശേഷം എല്ലാവരും അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ബിഗ് ബോസിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഇപ്പോഴും ആശ്ചര്യത്തോടെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെ നടക്കുന്നു. ജാസ്മിൻ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറും ഗബ്രി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയും തമ്മിൽ എന്താണ് ശരിക്കും എന്നുള്ള വിഷയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്നത്. അതിന് പ്രധാനമായുള്ള കാരണം ഇവരുടെ പെരുമാറ്റം തന്നെയാണ്. ഇവർ തമ്മിൽ പ്രണയത്തിലാണോ എന്നുള്ള ചർച്ച നിൽക്കുമ്പോൾ ഗബ്രി ശരിക്കും ടോക്സിക് ആണെന്നും ഇപ്പോൾ ജാസ്മിൻ ഇത് മനസ്സിലാക്കി ഓടിപ്പോയില്ലെങ്കിൽ ഒരിക്കലും അവിടെ നിന്ന് മോചനം ലഭിക്കില്ലെന്നുമാണ് നിരവധി പേർ പറയുന്നത്. ഈ വാർത്തയാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത്. ഗബ്രിയുടെ പെരുമാറ്റം കാണുമ്പോൾ മനസ്സിലാകും അവൻ കുറച്ച് ടോക്സിക് ആണ്. ഇപ്പോഴത്തെ ഒരു സ്നേഹം കണ്ട് തോന്നുന്നതാണ് നിങ്ങൾക്ക്. പക്ഷേ ജാസ്മിൻ ഇത് പെട്ടുപോകരുത് എന്ന് നിരവധി പേർ പറയുന്നു. രണ്ടാമത്തെ ആഴ്ചയിലൂടെ കടന്നു പോവുകയാണ് ബിഗ് ബോസ്. ഇപ്പോൾ ആദ്യ നാളുകളിൽ തന്നെ ഗെയിം ഓണായ സീസൺ 2ാം എപ്പിസോഡിലേക്ക് കടക്കുന്നതും അങ്ങനെ തന്നെയാണ്. ആവശ്യത്തിനുള്ള അടിയും വഴക്കും പിണക്കവും ഇണക്കവുമെല്ലാം ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറിക്കഴിഞ്ഞു. താരങ്ങൾക്കിടയിൽ വാക്പോര് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഇതിനിടെ ചില കോംബോകളും സെറ്റായി വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ജാസ്മിൻ ഗബ്രി കോംബോ. ഇരുവരുടെയും സൗഹൃദം ബിഗ് ബോസ് വീടിന് അകത്തും പുറത്തും ഒരുപോലെ ചർച്ചയായി മാറിയിരിക്കുകയാണ്. തുടക്കത്തിൽ മികച്ച മത്സരാർത്ഥി എന്ന പേര് നേടിയ താരമാണ് ജാസ്മിൻ. എന്നാൽ നിലവിലെ ഗബ്രിയുമായുള്ള അടുപ്പം ജാസ്മിന് വിനയായി മാറുന്നതാണ് കാണുന്നത്. ബിഗ് ബോസ് വീടിന് അകത്തും പുറത്തും ഈ സൗഹൃദ വിമർശനം നേരിടുന്നുണ്ട്. ലവ് ട്രാക്കിനായി മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തതാണ് ഈ കോംബോ എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും പറയുന്നത്. ഹൗസ്മേറ്റ്സിൻ്റെ വിമർശനം ഇതുതന്നെ. ഇതിനും ജാസ്മിൻ പുറത്ത് കടക്കണമെന്ന് മികച്ചൊരു മത്സരാർത്ഥിയാകാനും ഒരുപക്ഷെ വിന്നറാകാനും വരെ യോഗ്യതയുള്ള താരമാണെന്ന് ജാസ്മിനെക്കുറിച്ച് ആരാധകർ പറയുന്നുണ്ട്. ഇതിനിടയിലാണ് ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ടിനെക്കുറിച്ചൊരു കുറിപ്പ് ശ്രദ്ധേയമാകുന്നത്. ജാസ്മിനെ ഗബ്രി പിന്നിലേക്ക് വലിക്കുകയാണെന്ന് ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ ഒരു ആരാധകൻ തന്നെ പങ്കുവച്ച ഗ്രൂപ്പിൽ പറയുന്നുണ്ട്. ജാസ്മിൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുമോ? അവൾ അവിടെ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എന്നെ തകർക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല എന്ന്. പക്ഷേ ഗബ്രി തിരിഞ്ഞാൽ ഇത് തകർന്നു പോകുമെന്നാണ് കുറിപ്പിൽ പറയുന്നത്. ശരിക്കും ഇവൾ ഇമോഷണലി ട്രാപ്ഡ് ആണ്. അതൊരിക്കലും ഗെയിമിന് വേണ്ടിയുള്ളതല്ല. ഇന്നലെ എങ്ങനെയാണ് അവൾ ഗബ്രിക്ക് വേണ്ടി ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തതെന്ന് കണ്ടതാണ്. അവൾക്കറിയാം ഗബ്രിയുടെ ഭാഗത്ത് ന്യായമില്ല എന്ന്. ഇടയിൽ വന്ന നോറയെ നേരിട്ടപ്പോൾ അവളുടെ കൺട്രോൾ മൊത്തം പോയി. ഗെയിമാണെങ്കിൽ അവൾ ഗബ്രിയുടെ കൂടെ അത്രയും ഭീകരമായി നിൽക്കില്ലെന്നും കുറിപ്പിൽ പറയുന്നു. അതിവിടെ ഒരു തർക്കം വരുമ്പോൾ അതെടുത്തു എന്നറിയാത്തവളല്ല. ജിൻഡോയുടെ പ്രശ്നത്തിൽ അതാണ് അപ്സര പറഞ്ഞപ്പോൾ അവൾക്ക് തനിക്ക് പറ്റിയ തെറ്റെന്ന് പറഞ്ഞത്. കേൾക്കാത്ത പ്രശ്നത്തിൽ ഇടപെടില്ല എന്ന് പറഞ്ഞ് ഗബ്രിക്ക് വേണ്ടി അവൾ സ്റ്റാൻഡ് മാറ്റി നിന്നു. അവൻ ഭാഗ്യവനാണ്. കൂടെ ഉള്ളതുപോലെ ചങ്കു പറിച്ച് കൂടെ നിൽക്കാൻ വേറെ ആരെ കിട്ടുമെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. പക്ഷേ അവൾക്കുള്ളൊരു ആത്മാർത്ഥത ഗബ്രിക്കില്ല എന്നാണ് എല്ലാവരും എടുത്തു പറയുന്ന കാര്യം. ഇന്നലെ ഐസ്ക്രീമിൽ അവന് അത്രയും കുരുപൊട്ടാൻ കാരണം അവൻ പെർഫോം ചെയ്ത് പറ്റിയില്ല എന്ന കാരണമാണ്. അവനായിരുന്നു പെർഫോം ചെയ്ത് നിന്നിരുന്നതെങ്കിൽ അവൻ ആ ബഹളം അവിടെ ഉണ്ടാക്കില്ലായിരുന്നു. അവൻ അവളോട് ചെയ്യുന്നത് പല ടോക്സിക് ബിഹേവിയർ ആണെന്നും നിരവധി പേർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.